ഗോവ വ്ളോഗ്സിൻ്റെ 4th എപ്പിസോഡാണിത്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മളുള്ളത് കലങ്കോട്ട് ബീച്ചിലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗോവ വന്നിട്ട് എന്തെങ്കിലും ഒരു വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഗോവ ട്രിപ്പ് കംപ്ലീറ്റ് ആവില്ല. എനിക്ക് ഗോവ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ആക്ടിവിറ്റി ചെയ്യാനായിരുന്നു കൂടുതൽ ആഗ്രഹം. അപ്പോൾ എന്തായാലും ഇവിടെ കുറേ ചോയ്സസ് ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഫിക്സഡ് റേറ്റ് ഒന്നും അല്ല കേട്ടോ. ഇപ്പോഴും ഇവിടെ ഇങ്ങനെ ബാർഗെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ज्यादा नहीं मैम, आपको इतना बोलना इतना जितना आप बोलेगा उतना टच करा, चाहे तो आपको पानी में टच करा के ऐसा उठाएगा, ऐसा ऊपर लेके 1 minute 1200 का आएगा. 1200 സ്പെഷ്യൽ പാക്കേജ്. ശരിക്കും ഈ പാരസൈലിംഗ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേ ഇവരുടെ ഒരു അടവാണ് എന്ന് തോന്നുന്നു. അതായത് 40 സെക്കൻഡിന് 800 രൂപയാണ്. 40 സെക്കൻഡ് എന്ത് പറക്കലെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതെന്തായാലും വേണ്ട, അപ്പോൾ 1 മിനിറ്റ് എന്നുള്ളത് നമ്മൾ പറയും. അപ്പോൾ ഇവർ പറയുന്നത് 1 മിനിറ്റ്, 1.5 മിനിറ്റ്, 2 മിനിറ്റ് ഇതിനൊക്കെ റേറ്റ് വ്യത്യാസം വരും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഏകദേശം ഞങ്ങൾ എല്ലാവരും കൂടെ തീരുമാനിച്ചിട്ട് പെർ ഹെഡ് 1100 രൂപയ്ക്ക് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മളിനി കടലിലേക്ക് പോവാണ് ആ ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട്. कर सकता है बट पे दोनों का करना पड़ेगा. ओके ओके 2400 सर इतना नहीं होता सर. बोट पे नहीं जाता, पहले बोट करके आओ फिर वो करो. ആദ്യം ബോട്ടിൽ പോയിട്ട് മെനേജ് ചെയ്യണം. നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നത്? പേടിയുണ്ടോ? പൊടിഞ്ഞതായിട്ട്. അപ്പൊ ഞങ്ങള് പാരസൈലിങ്ങിന് പോവാണ്. സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങള് പാരസൈലിങ്ങിന് പോവാണ്. മക്കളെ ബോട്ടിങ് എങ്ങനെയുണ്ട്? അനു പേടിച്ചിരിക്കുന്ന പോലെ ഉണ്ടല്ലോ. പേടിയില്ല പേടിയെന്ന് പറഞ്ഞ എന്താന്ന് പോലും അറിയില്ല. ആ കാണുന്ന ബോട്ടില്ലേ അതിലേക്ക് നമ്മൾ കയറണം. അതിന്നാണ് നമ്മൾ പാരസൈലിംഗ് ചെയ്യാൻ പോകുന്നത്. നമ്മള് പാരസൈലിങ്ങിലുള്ളത് ഒറ്റ ബോട്ടിലേക്ക് കയറുവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടെൻഷൻ ഉണ്ട്, അതോടൊപ്പം തന്നെ നല്ല എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു കിഡുമായിരിക്കും. നമ്മളിങ്ങനെ കടലിൻ്റെ മീതെ ഇങ്ങനെ പറക്കുക എന്ന് പറയുന്നത് സൂപ്പറല്ലേ. പക്ഷേ ഇവിടെ ഇങ്ങനെ ഓരോരുത്തർ ആക്ടിവിറ്റി ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഇവർ വലിയ സേഫ്റ്റി കാര്യങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ റിസ്ക് എന്ന് തന്നെ വേണം പറയാൻ. എന്തായാലും ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്യാനാണ് തീരുമാനിച്ചത്, ഞാനും നിത്യയും. ഇപ്പോൾ പോയിട്ട് വരാം കേട്ടോ.
എൻ്റെ ക്യാമറ സിഗ്നൽ കാണിച്ചു ഇന്ധനം തീർന്നു എന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് നമ്മുടെ ബാക്കിയുള്ളവരുടെ ഇതൊന്നും ചെയ്യാനായിട്ട് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.